ഇപ്രാവശ്യവും ഓണവും നബിദിനവും ഒന്നിച്ചാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ആഘോഷങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഓരോരുത്തർക്കും സംശയങ്ങളാണ്. ആ സംശയങ്ങളൊക്കെ എല്ലായ്പ്പോഴും എല്ലാവർക്കും ദൂരീകരിച്ച് കൊടുക്കുന്നതുമാണ്. എന്നാലും ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഓണം ആഘോഷിക്കാമോ, നബിദിനം ആഘോഷിക്കാമോ? ഓണം ആഘോഷം എന്ന് പറയുന്നത് ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ്. ബുദ്ധി ഉണ്ടാക്കണ്ടേ? എന്തായോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ. നിശ്ചലത്തിൽ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് ഇതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയാ. ശ്രോണയാണ് ഈ ഓണായത്. ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയുക. മലയാളത്തിൽ നമ്മൾ ഓണാവുകയെ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ? ഇല്ല, നമുക്ക് ചാത്തല്ലേ ഉള്ളൂ. പിണ്ടം ഇല്ല, പിണ്ണം. ശൃംഖല ഇല്ല, ചങ്ങലേ ഉള്ളൂ. സംഘാടം ഇല്ല, ചങ്ങാടേ ഉള്ളൂ. എല്ലാം നമുക്ക് അങ്ങനെയാണ്. വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കുക. അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത്? ഓണം ആയത്. അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ശ്രോണ എന്ന് പറയും, ശ്രീ ചേർത്ത് പറയേ. ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരു നമാറ്. ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി. ഉണ്ട് തിരുവടിയുടെ കാരുണ്യമുണ്ടെന്നെങ്കിൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപ്പാദം എന്നാണ്. തിരുവടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ്. അപ്പൊ ഈ ശ്രീ എന്നുള്ളതിന് തിരു എന്നാ പറയാ. അപ്പൊ ശ്രീ ശോണ ഓണം അല്ലെ. ശ്രീ തിരു ഓണം തിരു ഇങ്ങനെയാണ് തിരുവോണം എന്നുണ്ടായി. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട്? വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയാ? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര മൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കണം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു. നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയില്ല. അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഈ അപ്പോ ഏതൊരു വിശ്വാസിയാണെങ്കിലും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ആരാധനകളും സന്തോഷങ്ങളും അവരുടെ ആഘോഷങ്ങളും അതിന് തടസ്സം നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമ. സാമ്പത്തികമായി അതിന് ആഘോഷിക്കാനോ അതല്ലെങ്കിൽ അന്നത്തെ ദിവസം സന്തോഷിക്കാനോ നല്ല വസ്ത്രങ്ങൾ വാങ്ങാനോ നല്ല ഭക്ഷണം വാങ്ങാനോ കഴിവില്ലാത്ത ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആരാധനയിൽ പോയി കൈകടത്തലോ ആ ആഘോഷങ്ങൾ ആരാധനയുടെ ഭാഗമായുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരലോ അല്ല. രണ്ടാമത്തെ ചോദ്യം, നബിദിനം ആഘോഷിക്കാമോ എന്നാണ്. അതിനുത്തരം എല്ലാവർക്കും എപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മുഅ്മിനീങ്ങളായ മനുഷ്യർ സന്തോഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഫضല് ഏതാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏതാണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബിയെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മദിനം സന്തോഷമായി കാണട്ടെ എന്നാണ്. അപ്പം ചില ആളുകളുടെ ചോദ്യം, അങ്ങനെയല്ലെങ്കിൽ മൗലവി റസൂലുള്ള ജനിച്ചതും ഒരു 12-ന് വഫാത്തായതും 12-നല്ലേ, അപ്പോൾ സന്തോഷിക്കാമോ? പരിശുദ്ധ ഇസ്ലാമിൽ സന്തോഷങ്ങൾക്ക് അതിർവരമ്പുകളില്ല, എന്നും സന്തോഷിക്കാം. പക്ഷേ സങ്കടങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 3 ദിവസം വരെ തഅ്സിയത്ത് സുന്നത്തുണ്ട്, അതിനപ്പുറത്തേക്കില്ല. പിന്നെ ഓർമ്മയിൽ വേണം, പ്രാർത്ഥന വേണം, അത്രയേ ഉള്ളൂ. ഇരിക്കട്ടെ. അങ്ങനെ ഖുർആൻ തെളിവ് കൊടുത്താൽ പിന്നെ അവർക്ക് സംശയമാണ്, ഹദീസിലുണ്ടോ എന്ന് അടുത്ത ചോദ്യം. അത്തരക്കാരായ ആളുകൾ ഖാലു, അവർ പറയും, ലന നമ്മളോട്, അൽ ഇഹ്തിഫാലു ബിൽ മൗലിദിൻ നബി ഷരീഫ് ബിദ്അത്തുൻ മദ്മൂമ, മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് മോശമായ ബിദ്അത്താണ്.
അസമയം വരെ അവർക്ക് ബിദഅത്തുൻ ഹസന അറിയാം, ബിദഅത്തുൻ സയ്യിഅ ഒക്കെ അറിയാം. റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ ബിദഅത്തുൻ ഹസന എന്താന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ഖുൽനാലഹും നമ്മൾ അവരോട് പറയും, വഹൽ വിലാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്തുൻ അം നിഖ്മത്തുൻ, നിഅമത്തൻ അം നിഖ്മത്തൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്ത്, ജന്മദിനം, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു ആഗമനം ഈ ലോകത്തിന് നിഅമത്താണോ നിഖ്മത്താണോ, ഏറ്റവും വലിയ അനുഗ്രഹമാണോ അതല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണോ? നബി തങ്ങളുടെ ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതരായത് ഈ ലോകത്തിന് ഏറ്റവും വലിയ നിഅമത്താണോ അല്ലെങ്കിൽ നിഖ്മത്താണോ? അപ്പൊ ഖാലു, അവർ പറയും അക്കീദ് നിഅമത്ത്, അത് നിഅമത്താണ്, നിഅമത്തു മിനല്ലാഹ്. ഖുൽനാലഹും, അപ്പോൾ അവരോട് നമ്മൾ പറയാൻ എന്താണ്, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ ആ വലിയ അനുഗ്രഹം കൊണ്ട് അവരത് എടുത്ത് പറയട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് പറയട്ടെ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാ? നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഹബീബുന റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പോൾ ഇതെടുത്ത് പറയുന്ന ചെയ്യും. അവിടുത്തെ മദ്ഹും അവിടുത്തെ ജീവിതവും ഒക്കെ ലോകത്തിന് അനുഗ്രഹമാണ് അല്ലേ? അപ്പോൾ അതെടുത്ത് പറയുമ്പോൾ, അതിൽ സന്തോഷിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞു എന്ത് നല്ല കാര്യമാണ്, അതിന് കൂലിയുണ്ടെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് വടക്കാക്കാൻ നിൽക്കുന്നത്? പിന്നെ അടുത്ത ചോദ്യമാണ്, എന്നാൽ അതിൻ്റെ പേരിൽ എന്തിനാണ് ഘോഷയാത്രകളൊക്കെ നടത്തിയിട്ട് വഴി ബ്ലോക്കാക്കുന്നത്? അങ്ങനെ ഒരു മഹല്ലുകളിലും സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പല പ്രചരണ പരിപാടികളും അതുപോലെ ഘോഷയാത്രകളും, അതായത് നബിദിനവുമായി ബന്ധമില്ലാത്ത പല പരിപാടികളും ഘോഷയാത്രകളും രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ സ്പോർട്സ് പരമായിട്ടോ ഒക്കെ നടത്തുന്ന ജാഥകൾ, റാലികൾ, അത് പാട്ട് മാറ്റി എഡിറ്റ് ചെയ്തിട്ട് ഇത് ഘോഷയാത്ര, ഇത് കണ്ടില്ല ഞങ്ങൾ വഴി മുടക്കിയിട്ടുള്ള ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ചിലർ. നമ്മുടെ നാടുകളിൽ, ഇപ്പോൾ നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മഹല്ലിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴിയിലെ തടസ്സങ്ങൾ നീക്കണമെന്ന മഹത്തായ സുന്നത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ഘോഷയാത്ര നടത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് പ്രത്യേകം ആളുകളെ, പ്രത്യേകിച്ച് മദ്രസയിൽ പഠിക്കുന്ന വലിയ കുട്ടികളൊക്കെ ഉസ്താദുമാർ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ അതിനായിട്ട് അവർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ടാവും. ഒരാൾക്ക് പോലും തടസ്സം ഉണ്ടാകരുത് നമ്മുടെ യാത്ര. ചിലരൊക്കെ പറയാറുണ്ട് ആംബുലൻസ് അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഓണടിക്കുമായിരുന്നു, വഴി തടസ്സപ്പെടുത്തിയിട്ടുള്ള ജാഥയായിരുന്നു, റാലിയായിരുന്നു. വെറുതെ പറയുന്നതാണ്. എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആ നാട്ടിലെ ഉസ്താദുമാരും മഹല്ല് കമ്മിറ്റിക്കാരും നാട്ടുകാരുമാണ്. അവിടുത്തെ ആ നടത്തിയ ഒരു മഹല്ല് കമ്മിറ്റിക്കാരാണ്, അവരാണ് അതിന് ഉത്തരവാദികൾ. അപ്പോൾ ഓരോ നാട്ടിലെയും മഹല്ല് കമ്മിറ്റിക്കാർ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ കാണണമെന്നാണ് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.